അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ആപ്ലിക്കേഷൻ്റെ വിഡ്രോവലാണ് ഞാൻ അധികം കണക്കാനായിട്ട് പോകുന്നത്. 1100 രൂപ എൻ്റെ വാലറ്റിലുണ്ട്. 1100 രൂപ ഞാൻ എൻ്റെ പേടിഎമ്മിലേക്ക് അഥവാ വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിൽ 35 രൂപ മുതൽ 700 രൂപ വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ എൻ്റെ അക്കൗണ്ടിൽ 1100 രൂപ ഉണ്ടായതുകൊണ്ട് തന്നെ 700 രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് വിഡ്രോവൽ എന്ന നിലയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ബാലൻസ് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. ബാക്കി 400 രൂപ എനിക്ക് അവിടെ അവൈലബിൾ ആണ്. ഇനി എൻ്റെ എമൗണ്ട് വിത്തിൻ 1 ഹവേഴ്സിൻ്റെ ഉള്ളിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് നമ്മൾ പരിചയപ്പെട്ട ആപ്ലിക്കേഷൻ്റെ പേരാണ് മാച്ച് മീ എന്നുള്ളത്. മാച്ച് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റെഫറൽ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കയറാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏകദേശം വേർത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. 500K ഡൗൺലോഡ്സ് ആണ് വരുന്നത്. 500K ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടത്. ഏകദേശം ഇവിടെ വരുന്നത് 4.5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വേർത്താണ് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ഇത്രയും ഏണിങ്സ് അച്ചീവ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ID മാത്രം കൊടുത്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊരാളും ഓപ്പൺ ആക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലൊരു 3.50 അഥവാ 3.5 രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അഥവാ റെഫറൽ ബോണസ് ആണത്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങൾ റെഫറൽ ലിങ്കാണ് യൂസ് ചെയ്തതെങ്കിൽ. ഇനി ബാക്കിയുള്ള എമൗണ്ടുകൾ നമ്മൾ എങ്ങനെ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഫൈൻഡ് ഇമേജ് എന്നുള്ളത് ഫസ്റ്റ് ഒരു ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു പിക്ചർ കാണും. ആ പിക്ചർ അടിയിൽ കാണുന്ന 4 പിക്ചറിൽ ഏതിനോടാണോ സാമ്യമുള്ളത് ആ ഒരു സാമ്യമുള്ള ഇമേജുമായിട്ട് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അടുത്തതും ഇതേപോലത്തെ ഇങ്ങനെ മൂന്ന് വട്ടമാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അനിമലിൻ്റെ ചിഹ്നമാണ്, ഒരു ടൈഗറിൻ്റെ ചിഹ്നം. ആ ടൈഗറിൻ്റെ ചിഹ്നം നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കോയിൻസ് ഇവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിനോട് സാമ്യമുള്ള ഒരു പിക്ചറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് വാച്ച് ചെയ്യാനുണ്ട്. ആ വാച്ച് ആഡ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓസം ഗെയിംസിലേക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ 14 കോയിൻസ് ആയിട്ട് നിങ്ങൾക്ക് കൂടിയതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നും എക്സിറ്റ് ആവുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സൂപ്പർ ഓഫർ ഉണ്ട്. സൂപ്പർ ഓഫറിൽ കയറി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 25 കോയിൻസ് അതിൽ നിന്നും ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഒരു പ്ലേ ഗെയിം അഥവാ നിങ്ങൾ കളിക്കുന്ന ഗെയിംസുകൾ, നിങ്ങൾ ഓൺലൈനായിട്ട് കളിക്കുന്ന ഗെയിംസുകൾ ജസ്റ്റ് നിങ്ങൾ ടാപ്പ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റും. അഥവാ നിങ്ങൾ ഒരു മിനിറ്റിൽ പെർ മിനിറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 38 കോയിൻസ് ആണ്. അഥവാ ജസ്റ്റ് നിങ്ങൾ കളിക്കൊന്നും വേണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു പ്ലാനോ എന്നല്ല ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഓപ്പൺ ആക്കി വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ഓപ്പണിങ്ങിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തോ മറ്റോ നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സമയം, ഇപ്പോൾ രാത്രിയൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഫോൺ മാറ്റി വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ 2424 കോയിൻസ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്നും ഫ്രീ ആയിട്ട് കയറുന്നത്. ഓക്കെ, അഥവാ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ അടുത്തതായിട്ടുള്ള ഓപ്ഷനായിട്ട് കാണുന്നത് സർവേസ് ആണ്. സർവേസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു സർവേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സിമ്പിളായിട്ടുള്ള സർവേകൾ മാത്രമേ നമുക്കിവിടെ അവൈലബിൾ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സർവേസ് നിങ്ങൾക്ക് ചെറിയ ബിറ്റ് ലാബ്സ് ആയാലും നമ്മൾ പൊതുവെ കണ്ടുവരുന്ന സിമ്പിൾ സർവേസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സർവേ നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 60,000 പോയിൻറ്സും 25,000-27,000 പോയിൻസും കാര്യങ്ങളൊക്കെയാണ് കയറുന്നത്. വെറും 11 മിനിറ്റ്സ് മാത്രം മതി ആ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ CPXൻ്റെ സർവേ, NADSൻ്റെ സർവേ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെയൊക്കെ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൽ കാണുന്ന ടൈം. അപ്പോൾ ഞാനിവിടെ CPXൻ്റെ സർവേ ജസ്റ്റ് കാണിച്ചു തരാം. 13 മിനിറ്റാണ് അവർ പറയുന്നതെങ്കിൽ ആ ഒരു 13 മിനിറ്റ് നിങ്ങൾ ഈ ഒരു സർവേ ഓപ്പൺ ആക്കി അതിലിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സർവേ കംപ്ലീറ്റ് ചെയ്ത് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ,
പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാകും, ലാസ്റ്റും ആ ഒരു ചോദ്യം തന്നെ നിങ്ങളോട് കണക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടാകും. ആ ഒരു ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ സർവീസ് നമുക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വാച്ച് വീഡിയോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വാച്ച് വീഡിയോസ് ഇപ്പോൾ അവൈലബിൾ അല്ല. അവൈലബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാച്ച് ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾ പരസ്യങ്ങൾ കാണുന്നവരായിരിക്കും, പലയിടത്തും നിങ്ങൾ അറിയാതെ പരസ്യങ്ങൾ കാണുന്നവരായിരിക്കും. ആ ഒരു പരസ്യങ്ങൾ കണ്ട് ഇവിടെയും നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മറ്റേ ഇതുപോലെ തന്നെ സർവീസ് അവൈലബിൾ ആണ്. നമ്മൾ പൊതുവേ കാണുന്ന മുകളിലൊക്കെ കണ്ട പോലെ തന്നെ സർവീസ് തന്നെയാണ്. ആ ഒരു സർവീസ് നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നത് സർവീസിലൂടെയാണ്. അപ്പോൾ സർവേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വലിയ എമൗണ്ടുകൾ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന മറ്റൊന്നാണ് ടാസ്കുകളിൽ നമുക്ക് ലൂട്ട് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഈ ആഡ്സ് വാച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് അഥവാ നിങ്ങൾക്ക് പരസ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനേക്കാൾ വർത്തായിട്ടുള്ള മറ്റൊന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുക എന്നുള്ളത്. ഫ്രണ്ട്സിനെ എങ്ങനെ റെഫർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അവർക്ക് പല സംശയങ്ങളുണ്ടാകും. ആ ഒരു സംശയങ്ങൾ നിവാരണം ചെയ്ത് അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് അവർക്ക് യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ അത്രയും എമൗണ്ട് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ആദ്യം കാണിച്ചതുപോലെ തന്നെ അതൊക്കെ നിങ്ങളെ ഫ്രണ്ട്സിന് കാണിച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു സംഭവം വെർത്തായിട്ട് മനസ്സിലാക്കി അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് ഇവരുടെ ആ ഓരോ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് 500 കോയിൻസ് വെച്ചിട്ടാണ്. 500 കോയിൻസ് വെച്ച് ഏകദേശം 2000 കോയിൻസോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ കോയിൻസ് ഇവിടെ മുകളിൽ കാണാനായിട്ട് പറ്റും. ഞാൻ ആ ഒരു രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് മാക്സിമം എമൗണ്ട് ഏൺ ചെയ്തത്. ഇനി ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡെമോ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ചിഹ്നമാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു പ്ലസ് ചിഹ്നത്തിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിലുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ ചെയ്യാനായിട്ട് വരുന്നത്. ഒന്ന് UPI ആണ്, മറ്റൊന്ന് ഗൂഗിൾ പ്ലേ ആണ്. ഗൂഗിൾ പ്ലേയിലേക്കോ അല്ലെങ്കിൽ UPIയിലേക്കോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഗൂഗിൾ പ്ലേയിലേക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇമെയിൽ ID പിന്നെ നിങ്ങളുടെ നെയിം മാത്രം അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കോഡായിട്ടുള്ള ഈ ഗൂഗിൾ പേ കോഡുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ നിങ്ങൾ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. UPIയിലേക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് നമുക്ക് ഫണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും UPIയിലേക്ക് തന്നെ വിഡ്രോ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ UPI ID അടിക്കാതെ തന്നെ നിങ്ങൾ ഫോൺ നമ്പർ മാത്രമല്ല നിങ്ങളുടെ നെയിം കൂടി അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഗെയിമിംഗ് മെത്തേഡാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. മിസ് ചെയ്യേണ്ട, മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം, ഇതിൻ്റെയൊക്കെ വിഡ്രോവൽ പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറിയാൽ മതി. നമ്മൾ പല സബ്സ്ക്രൈബേഴ്സും ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ ക്യാഷ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ സ്ക്രീൻ റെക്കോർഡിങ്ങും സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാമിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സിമ്പിളായിട്ട് ഗെയിം കളിച്ചുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റു പ്ലാറ്റ്ഫോമുകളും അതിലുണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്ത് മാക്സിമം എമൗണ്ട് ഡെയിലി ഏൺ ചെയ്തെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.